പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നമ്മൾ പാലപ്പമായിരുന്നു ഉണ്ടാക്കിയത്. ഇത് രാവിലത്തെ ആയിരുന്നു, എനിക്ക് ടൈം കിട്ടിയില്ല ഒന്ന് എഡിറ്റ് ചെയ്തിടാൻ. അപ്പോൾ ഇപ്പോൾ ഇടുവാണ്. അപ്പോൾ നമ്മൾ ഈസി പാലപ്പപ്പൊടി മലയാളിക്കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിച്ചതാണ് പൊടിയെ. ഇപ്രാവശ്യം അരിയൊന്നും അരയ്ക്കാൻ സമയം കിട്ടിയില്ല, അപ്പോൾ ഈസി പാലപ്പൊടിയുടെ പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഇത് 1 അവർ നമ്മൾ കൂത്ത് വെച്ചാൽ മതി. 1 അവറിനുള്ളിൽ ഇത് നന്നായിട്ട് പൊന്തി വരും. അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. രാവിലെ എണ്ണിച്ചിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിക്കകത്ത് ശകലം മധുരത്തിന് പഞ്ചസാര ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഈ പൊടിയും കൂടെ കുഴച്ചിട്ട് നമ്മൾ മിക്സിക്കകത്തൊരു ഒരു ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് 1 അവർ നന്നായിട്ട് പൊന്തി വരും. പക്ഷേ നല്ലതല്ലായിരിക്കും ഇത് ഇഷ്ടമൊക്കെ ഇടുന്നതാണെന്ന് തോന്നുന്നത്. പെട്ടെന്ന് പൊന്തി വരും, നമ്മൾ സ്പൂൺ ഇടുമ്പോഴത്തേക്ക് താന്നു പോകുന്നുണ്ട്. പക്ഷേ സോഫ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റുള്ള അപ്പമായിരുന്നു, നല്ല പഞ്ഞി പോലിരുന്ന്. അപ്പോൾ ചുടാനൊക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെ പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ പാലപ്പം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. ഇടിയപ്പം, പാലപ്പം, അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ അങ്ങനെ. പിന്നെ കറി ഇരിപ്പുണ്ടായിരുന്നു. മെനങ്ങാന്ന് നമ്മൾ ഇന്നലെ ശനിയാഴ്ച നമ്മൾ ബട്ടാണിയുടെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്ക്. അപ്പോൾ അതും പാലപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ കറി. നമുക്കിപ്പോൾ പെട്ടെന്ന് അരി വെള്ളത്തിലിടാൻ മറന്നുപോയി, തലേദിവസം വെള്ളത്തിലിടാൻ മറന്നുപോയി, അരച്ച് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലൊക്കെ ഈസി പാലപ്പപ്പൊടി വാങ്ങിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് 1 അവറിൽ തന്നെ ഇത് നമുക്ക് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരുന്നതാണ്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം.